പാലക്കാട് മുണ്ടൂരിലെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അലന്റെ മൃതദേഹത്തിനടുത്തേക്ക് അമ്മ വിജിയെ ഇപ്പോൾ കൊണ്ടുവരികയാണ്. വിജി പരിക്കേറ്റ ചികിത്സയിലായിരുന്നു. വിജിയെ ഇപ്പോൾ അലന്റെ മൃതദേഹം കാണിക്കാൻ വേണ്ടി കൊണ്ടുവരികയാണ്. അതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹമാണ് ഇപ്പോൾ വീട്ടിലേക്ക് എത്തിക്കുന്നത്. വിജി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അലനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് വിജയ് ഇപ്പോൾ അവിടേക്ക് കൊണ്ടുവരുന്നത്. ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് വിജിക്കും. രണ്ടുപേരും ചേർന്ന് അലന്റെ സഹോദരിയുടെ വീട്ടിൽ നടന്നവയാണ് കാട്ടാനയുടെ ആക്രമണം. മലമ്പുള്ളി ചർച്ച് ഓഫ് ഗോഡ് ഇന്ത്യ പള്ളി സെമിത്തേരിയിലാണ് അലന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. സംസ്കാര ചടങ്ങുകൾക്ക് മുൻപുള്ള പൊതുദർശനമാണ് ഇപ്പോൾ നടക്കുന്നത്. ബന്ധുക്കൾ, പ്രിയപ്പെട്ടവർ എല്ലാവരും അലന് അന്തിമോപചാരം അർപ്പിക്കുകയാണ്. അതിനിടയിലേക്കാണ് പരിക്കേറ്റ ചികിത്സയിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന വിജിയെ കൂടി കൊണ്ടുവരുന്നത്. മകനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആ അമ്മയ്ക്ക് സാഹചര്യമൊരുക്കുകയാണ്. അലന്റെ സഹോദരിയുടെ വീട്ടിൽ സന്ദർശനം നടത്തി മടങ്ങി വരുമ്പോഴാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. ആ ആക്രമണത്തിലാണ് അലന് ജീവൻ നഷ്ടമാകുന്നതും വിജിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഈ കാട്ടാനാക്രമണത്തിൽ രണ്ട് വ്യത്യസ്ത റിപ്പോർട്ടുകളുമായി പാലക്കാട് DFOയും കളക്ടറും. വനംവകുപ്പിന് വീഴ്ചയില്ലെന്നാണ് DFOയുടെ റിപ്പോർട്ട്. എന്നാൽ വനംവകുപ്പിന് വീഴ്ചയുണ്ടായി എന്നുള്ളതാണ് കളക്ടറുടെ റിപ്പോർട്ട്. അലന്റെ സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുന്നതിനിടയിൽ ഈ രണ്ട് തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നത് ജനങ്ങൾക്കിടയിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ അലന്റെ മൃതദേഹം പൊതുദർശനത്തിനായി വെച്ചിരിക്കുകയാണ്. നാട്ടുകാരുടെ മുഴുവൻ ഭീതിയാണിത്. ഈ ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് 3 കാട്ടാനകളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായി എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. അതിലൊന്ന് കുട്ടിയാനയായിരുന്നു. പക്ഷേ കൃത്യമായ ആ സമയത്ത് അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിൽ വനംവകുപ്പിന് വീഴ്ചയുണ്ടായി എന്നുള്ളതാണ് കളക്ടറുടെ റിപ്പോർട്ട്. അവിടെ ആനയുടെ സാന്നിധ്യമുണ്ട് എന്ന് പറഞ്ഞ തദ്ദേശവാസിയായ ആളോട് വനംവകുപ്പ് ജീവനക്കാരൻ മോശമായി പെരുമാറി എന്നതടക്കം പറയുന്നുമുണ്ടായിരുന്നു പ്രദേശവാസികൾ. ഈ രീതിയിൽ വനംവകുപ്പിനെതിരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കപ്പെടുന്നത്. 6 ലക്ഷം രൂപയുടെ ധനസഹായമാണ് കുടുംബത്തിന് കൈമാറ്റം ചെയ്തിട്ടുള്ളത് ഇതിനകം.